ആളില്ലാതെ ഓണോത്സവം ആഘോഷിക്കാനൊരുങ്ങി പിറവം നഗരസഭ. വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഒഴിവാക്കി ആർഭാടരഹിതമായ അത്തച്ചമയ സാംസ്കാരിക ഘോഷയാത്രയാണ് ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 6-ന് നടക്കുന്ന ഘോഷയാത്ര നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. സെപ്റ്റംബർ 6 അത്തം നാളിൽ നടക്കുന്ന അത്തച്ചമയ സായാഹ്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പിറവം നഗരസഭയുടെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പിറവം സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് 4 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഘോഷയാത്ര ആരംഭിക്കും. സർക്കാരിന്റെ പൊതുവായ നേരിട്ടുള്ള എല്ലാ ഓണാഘോഷ പരിപാടിയും ഈ വർഷത്തെ മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓണാഘോഷത്തിന്റെ വിവിധമായ ചടങ്ങുകളെല്ലാം മാറ്റി ചെറിയ രൂപത്തിലുള്ള പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് ഓരോ സ്ഥലത്തും ആണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളൂ. ആർഭാടമില്ലാതെ തികച്ചും ലളിതമായ രൂപത്തിൽ വലിയ പണച്ചെലവില്ലാതെ നമ്മൾ സാധാരണ വരുന്ന പോലെ തന്നെ സെന്റ് ജോസഫ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ പങ്കെടുത്തുകൊണ്ട് കുടുംബശ്രീക്കാരും അടക്കം കുറച്ച് പേര് മാത്രം പങ്കെടുത്തുകൊണ്ട് നമുക്ക് മറ്റു വലിയ പണച്ചെലവുള്ള കലാരൂപങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ അത്തപതാക ഉയർത്തി നമുക്ക് അതിൻ്റെ സമാരംഭം കുറിക്കണമെന്നും 13-ാം തീയതി നമ്മളിവിടെ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടൊരു ഓണാഘോഷ പരിപാടി അവിടെ വകയായിട്ട് നടത്തുന്നുണ്ട്. അത് നമ്മൾ ചേർന്നുകൊണ്ട് ഒരു 13-ാം തീയതിയോട് കൂടി അത് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിൻ്റെ അവധിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ ദിവസത്തെ ആ പരിപാടിയോട് കൂടി അവസാനിപ്പിക്കണം എന്നാണ് നഗരസഭാ കൗൺസിൽ പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഒഴിവാക്കി ആർഭാടരഹിതമായാണ് അത്തച്ചമയ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. സ്വാഗത സംഘയോഗം ഓണാഘോഷവുമായി അത്തച്ചമയ ഘോഷയാത്രയുമായി ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിരുന്നു. പക്ഷെ അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മളെ പിടിച്ച് നമ്മുടെ മനസ്സിനെ വേദനപ്പെടുത്തി നുറുക്കിപ്പെടുത്തിയ ഒരു ദുരന്തം നടന്നത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് തന്നെ ആഘോഷ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുകയും അതുമായിട്ട് നമ്മൾ മാറി നിൽക്കുകയും. ഘോഷയാത്ര സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച് പഴയ പെട്രോൾ പമ്പ് വഴി കരവട്ടെ കുരിശ് കടന്ന് പിറവം ബസ് സ്റ്റാൻഡിന് മുൻപിലൂടെ പള്ളിക്കവല വഴി പാലം കടന്ന് നഗരസഭാ കവാടത്തിൽ സമാപിക്കുന്നതാണ്. ഇവിടെ എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിലുള്ള അത്തച്ചമയ ആഘോഷങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അത്രയും പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള ഒന്നല്ലെങ്കിൽ തന്നെയും ഓണത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു അത്തച്ചമയ ഘോഷയാത്ര നടത്തണമെന്നുള്ള കൗൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.